നേപ്പാളിൽ യുവാക്കളുടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാവുകയാണ്. സോഷ്യൽ മീഡിയ നിരോധനത്തിനും അഴിമതിക്കുമെതിരെയാണ് പ്രക്ഷോഭം നടക്കുന്നത്. പാർലമെന്റ് വളപ്പിലേക്ക് ഇരച്ചുകയറിയ പ്രതിഷേധക്കാർ പാർലമെന്റ് ഗേറ്റ് കത്തിച്ചു. സുഹൈലാദിന്റെ വിശദാംശങ്ങൾ കൂടി. നേപ്പാളിൽ സമീപകാലത്തൊന്നും കാണാത്ത രൂപത്തിലുള്ള വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് അവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ 26ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുകയുണ്ടായി. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങി എല്ലാ സമൂഹ മാധ്യമങ്ങളും സമ്പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് സർക്കാർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളൊന്നും തന്നെ രാജ്യത്തിൻ്റെ നേപ്പാളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രജിസ്ട്രേഷൻ നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നിരോധനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സാധാരണ ജനങ്ങൾ ഇത് അവരുടെ KP ശർമ്മ ഒലി സർക്കാരിൻ്റെ അഴിമതി മൂടിവെക്കാനുള്ള ഒരു നീക്കമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രക്ഷോഭം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീക്കെൻഡിലാണിത് തുടങ്ങിയത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് വന്നുകൊണ്ട് പാർലമെൻറ്റ് വളപ്പിലേക്ക് ഓടിക്കയറുന്നു. അതിനെ തടുത്തു നിർത്താൻ പോലീസിനോ മറ്റു സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. അവർ പാർലമെൻറ്റിൻ്റെ ഗേറ്റ് കത്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ നേപ്പാളിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത രൂപത്തിലുള്ള വലിയ പ്രതിഷേധത്തിന് ഈ നേപ്പാൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് ഇവരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അതേപോലെ തന്നെ പലയിടങ്ങളിലും ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ആക്രമണത്തിൽ, ഈ ഏറ്റുമുട്ടലിൽ ഒരു പ്രക്ഷോഭകൻ കൊല്ലപ്പെട്ടതായും 100ഓളം പേർക്ക് പരിക്കേറ്റതുമായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൻസി പ്രക്ഷോഭം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു യുവാക്കളെയാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന യുവാക്കളെയും കൗമാരത്തെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1995-ന് ശേഷം ജനിച്ച ഒരു തലമുറയുടെ ഒരു വലിയ പ്രക്ഷോഭം തന്നെയാണ് ഇപ്പോൾ നേപ്പാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന നിരവധി കാരണങ്ങളുണ്ട്. കാരണം അവരുടെ ജീവിതം തന്നെ സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വ്യാപാരം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ യാത്രകൾ, പുറം ലോകവുമായുള്ള ബന്ധം, ഇതെല്ലാം തടയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സമൂഹം മുഴുവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത് വലിയൊരു പ്രക്ഷോഭമായി മാറുമെന്നും എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും പറയുന്നു. ഇത് തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയുടെ പേരിലാണെങ്കിലും അത് പല അർത്ഥങ്ങളിലുമാണ്. കാരണം ഈ കാലങ്ങളിലെല്ലാം KP ശർമ്മ ഒലി സർക്കാരും അതിനു മുമ്പുള്ള സർക്കാരുകളും നടത്തിയിട്ടുള്ള അഴിമതികൾ ഓരോന്നോരോന്നായി അവർ പുറത്തിടുന്നുണ്ട്. ഈ അഴിമതിയെ മൂടിവെക്കാനുള്ള ശ്രമമാണ് ഈ സോഷ്യൽ മീഡിയ നിരോധനം. അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. വിവിധയിടങ്ങളിൽ, ഇപ്പോൾ കാഠ്മണ്ഡുവിൽ മാത്രമല്ല വിവിധ ഇടങ്ങളിലും ആ പ്രക്ഷോഭം കത്തിയാളുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി സുഹേൽ.